നവകേരള സദസ്സ് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ നിന്നടക്കം പല വിഷയങ്ങളിൽ തിരിച്ചടി. ഇതിനിടയിൽ വഴിയിലുടനീളം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഗവർണറും രണ്ടും കൽപ്പിച്ചു തന്നെ സംസ്ഥാന സർക്കാരിനും SFIയോടും CPM-നോടും ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തുണ്ട്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിച്ചു, കോൺഗ്രസ് നേതാവിന്റെ വീട് ആക്രമിച്ചു, ഭാര്യയെ കയ്യേറ്റം ചെയ്തു എന്നുള്ള പരാതി. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ചിരുന്ന നവകേരള ബസ്സിനു നേരെ യൂത്ത് കോൺഗ്രസുകാർ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീട് ഒരു സംഘം ആക്രമിച്ചുവെന്നുള്ള ആക്ഷേപം. ഭാര്യയെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതി. വീട്ടു സാധനങ്ങൾ തല്ലിത്തകർത്തു. ആലപ്പുഴ കൈതവനയിലാണ് സംഭവം. ആലപ്പുഴ ജനറൽ ആശുപത്രിക്ക് സമീപം കരിങ്കൊടി കാട്ടിയ KSU കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും DYFI പ്രവർത്തകരും വളഞ്ഞിട്ട് മർദ്ദിച്ചു. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും വാഹനം നിർത്തിയിറങ്ങി ക്രൂരമായി മർദ്ദിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ആലപ്പുഴയിൽ നിന്നും അമ്പലപ്പുഴ മണ്ഡലത്തിലെ വേദിയിലേക്ക് മുഖ്യമന്ത്രിയും സംഘവും പോകുമ്പോഴായിരുന്നു വൈകിട്ട് 3:30 ജനറൽ ആശുപത്രിക്ക് മുന്നിൽ വെച്ച് കരിങ്കൊടി കാണിച്ചത്. തോമസിന് പുറമെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, KSU നേതാക്കളായ ധൻസിൽ നൌഷാദ്, വിഷ്ണു പ്രസാദ്, യാസിൻ റഫീഖ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. 5 പേരെയും ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടനാട്ടിലെ വേദിയിലേക്ക് പോകുമ്പോഴാണ് 5 മണിയോടെ കൈതവന ജംഗ്ഷനിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീണിന്റെ നേതൃത്വത്തിൽ 10ഓളം പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. ഇവരെ പോലീസ് നീക്കം ചെയ്തു. ശസ്ത്രക്രിയ കഴിഞ്ഞ ചിന്നമ്മയെ തള്ളി വീഴ്ത്തിയെന്നാണ് പരാതി. വൈകിട്ട് 5:30ഓടെയാണ് 10ഓളം DYFI പ്രവർത്തകർ ജോബിന്റെ വീട് ആക്രമിച്ചത്. ജോബ് വീട്ടിലുണ്ടായിരുന്നില്ല. മുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു ചിന്നമ്മ. ജനലുകളും വാതിലും തകർക്കുകയും ചിന്നമ്മയെ തള്ളിയിടുകയും ചെയ്തു. TV സ്റ്റാൻഡ്, സെറ്റി തുടങ്ങിയ ഫർണിച്ചറുകളും തകർത്തു. 2 സംഭവത്തിലും സൗത്ത് പോലീസ് കേസെടുത്തു. തിരിച്ചടികളുടെ പരമ്പരയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് അടുത്ത കാലത്തായി. പ്രത്യേകിച്ചും നവകേരള സദസ്സ് തുടങ്ങിയപ്പോൾ മുതൽ ചോദ്യങ്ങളും പൊല്ലാപ്പകളും തന്നെയാണ്. ഇപ്പോൾ ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താനാകില്ലെന്ന അനുമതി റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി രംഗത്ത് വന്നതോടെ CPM-നും മുഖ്യമന്ത്രിക്കും വീണ്ടും ചോദ്യങ്ങൾ. കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സ് ചക്കുവള്ളി ക്ഷേത്രമക മൈതാനത്ത് നടത്താൻ തീരുമാനിച്ചതിൽ സർക്കാരിന് തിരിച്ചടി. പരിപാടി നടത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകിയ അനുമതിയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. പരിപാടി ക്ഷേത്രത്തിലെ ആരാധനാക്രമത്തെ ബാധിക്കുമെന്ന ഹർജിക്കാരുടെ വാദം അംഗീകരിച്ചാണ് നടപടി. ക്ഷേത്രത്തിന്റെ പടനിലത്താണ് പരിപാടി നടക്കുന്നതെന്നും ദീപാരാധനയടക്കം ബാധിക്കുമെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. പടനിലം ഉൾപ്പെടുന്ന പ്രത്യേക ഭാഗത്താണ് ആരാധന നടക്കുന്നതെന്നും ഇവിടെയല്ല പരിപാടി എന്നുമായിരുന്നു സർക്കാർ വാദം. ആരാധനയെ പരിപാടി ബാധിക്കില്ലെന്നും സർക്കാർ വാദിച്ചു. ഈ വാദം തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ അനിൽ K നരേന്ദ്രൻ, G ഗിരീഷ് എന്നിവരടങ്ങിയ ദേവസ്വം ബെഞ്ച് പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കിയത്.